ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറിയാണ്. അതായത് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നമ്മൾ ചിക്കൻ കറി കഴിച്ചു കഴിഞ്ഞാൽ ഒരു തിക്ക് ഗ്രേവിയിലൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ പറയുന്ന അളവുകളെല്ലാം നമ്മൾ 1 കിലോ ചിക്കൻ യൂസ് ചെയ്ത് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാള ഇതുകൂടി ചെറുതായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളും സവാള കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈപ്പിൽ നമുക്ക് ഗ്രേവി കിട്ടുകയുള്ളൂ. ഇതോടൊപ്പം നമ്മളൊരു 2 മീഡിയം സൈസ് തക്കാളി നമ്മൾ ഇതുകൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തക്കാളി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്താൽ മതി. ഇതിലും ചെറിയ പീസ് നോക്കേണ്ട, നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. ഇതോടൊപ്പം നമ്മളൊരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 12 കാഷ്യൂ നട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ട ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ നമ്മളിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1 ടീസ്പൂൺ കസൂരിമേത്തി കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യമായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളകും അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യമായി ഇത് രണ്ടും കൂടെ പൊടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടത്തില്ല. ഇത് നന്നായി പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി, നമ്മളിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റ് പോലെ നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും വറ്റൽമുളകും കാഷ്യൂ നട്ടും കൂടെ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ബാക്കി എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതുകൂടെ ഒരു പാൻ വെക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതായത് നമ്മുടെ ഈ സവാളയൊക്കെ ഒരു ഗോൾഡൻ നിറമാകണം. ആ ഒരു സ്റ്റേജ് ആകുന്നതിനും വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റിൽ നമുക്ക് ഗ്രേവി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ സവാളയുടെ ആ ഒരു നിറമൊക്കെ മാറി ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 1.5 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളിതെല്ലാം കുക്ക് ചെയ്യുന്ന ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ്. നമ്മുടെ സവാള ഒരു ഗോൾഡൻ നിറം ആകുന്നതിന് വരെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സവാള കുക്കായിട്ടൊരു ഗോൾഡൻ നിറമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്, അത് ആഡ് ചെയ്യാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്തരം പൊടികൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ തീ ഒത്തിരി കൂട്ടി വെക്കാൻ പാടില്ല, നമ്മുടെ പൊടികളൊക്കെ അരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ പീസുകൾ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വാണ്ടിറ്റീസും അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റീസാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരുടെ ചിക്കൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ അളവിനും മാറ്റം വരുത്താവുന്നതാണ്. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയ മസാലയെല്ലാം കറക്റ്റായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് വെക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സവാള വഴറ്റാൻ നേരമൊക്കെ നമ്മൾ ഉപ്പിട്ടതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഈ ചിക്കൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോയുടെ ആ പേസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു ഒറ്റ കറിയുടെ ആ ഒരു കളറിൽ നമുക്ക് കിട്ടുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമുക്കൊരു 3 മിനിറ്റ് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ആഡ് ചെയ്യാം. നമ്മളിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തുറന്ന് മിക്സ് ചെയ്യാം. അതായത് നമ്മൾ ഈ ഗരം മസാലയൊക്കെ ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടി തുടങ്ങും. നമുക്ക് ഏകദേശം ഒരു 3 മിനിറ്റോടെ നമുക്കിത് ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോഴേക്ക് ഈ ഗരം മസാലയുടെ ആ ഒരു ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഗ്രേവിയിലൊക്കെ പിടിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഗ്രേവിയുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് ആ എണ്ണയൊക്കെ കറക്റ്റായിട്ട് തെളിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ ചിക്കനൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റ് നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും. അതായത് കറക്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ സ്മെല്ല് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കസൂരിമേത്തി, നമ്മളിവിടെ 1 ടീസ്പൂൺ കസൂരിമേത്തിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കസൂരിമേത്തി കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. അതായത് നിങ്ങൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ആ ഒരു തിക്നെസ് നമുക്ക് ഗ്രേവിക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറി നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നല്ല തിക്ക് ഗ്രേവിയിൽ നമ്മൾ കറക്റ്റായിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈസിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.